ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുന്നത്? അത് മെഡിക്കൽ ഫീൽഡിൽ 40 years എക്സ്പീരിയൻസ് ആയത്. എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ പ്രത്യേകത ഇനൊന്നും കൂടിയുണ്ട്. 99.9% വിസ അപ്രൂവലുള്ള ഒരു കമ്പനിയാണ്. 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഒക്കെ തന്നെ കോഴ്സുകളുണ്ട്. ഇതേ സെയിം MBA. എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ പാർട്ട് ടൈം ജോബ് കിട്ടും. സോറി, ഇന്റേൺഷിപ്പ് കൂടെ വന്നതാണ്. എന്നിട്ട് ഇവിടെ ജോലിയൊക്കെ കിട്ടി. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 6 ബ്രാഞ്ചസ് ആക്ച്വലി ടോട്ടലി ഉണ്ട്. UK ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എവിടെ വിളിച്ചാലും നിങ്ങൾക്ക് ഇതേ സെയിം ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾ ചെയ്യുക, അതിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സ്റ്റുഡൻസ് ലൈക്ക് നാട്ടിൽ ഇരുന്ന് കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ ഇല്ല. BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക് MSc നഴ്സിംഗിന് വേണമെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാം. വിത്തൗട്ട് IELTS ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പറഞ്ഞില്ലേ, ഗ്ലോബൽ സ്റ്റഡി ലിങ്കിലേക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയും എക്സ്പീരിയൻസ് ഉണ്ടോ. ഏതെങ്കിലും ഒരു കമ്പനി ജോയിൻ ചെയ്യിപ്പിക്കാതെ എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടാനാണ്? അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ട്, പെട്ടെന്ന് തന്നെ കുട്ടികളെ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ IELTS ഓർ OET പഠിച്ചിട്ട് വേഗം വാ. സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാറുണ്ട്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്. സോ ബേസിക്കലി ഈ ഒരു സെക്ടർ ലൈക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പറ്റും. IT ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ബേസിക് C++ ജാവ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ ജാവ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മലപ്പുറം ഡിസ്ട്രിക്ട് പെരിന്തൽമണ്ണ. മലപ്പുറം ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ UK ഓപ്പറേഷൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഗ്യാരണ്ടി ഉള്ളത് ക്രിസ്റ്റിയും ആക്ച്വലി ഗ്യാരണ്ടി ഉണ്ട്. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. നമസ്കാരം, എല്ലാ ഡെയിലി ജേർണിയിലേക്ക് സ്വാഗതം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, ഗ്രാനിച്ചിൽ. സോ കുറേ പേർ അത് ഗ്രീൻവിച്ച് എന്ന് പറയും, ചില ആളുകൾ ഗ്രാനിച്ച് എന്ന് പറയും. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഗ്രാനിച്ച് എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ട് കുറേ പേര് പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാനിച്ചിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാലോ, Q&A വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള Q&A എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. പ്രിപ്പയർ അല്ല, എന്നോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനത്തെയാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും, അത് കൂടാതെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി വേറെ ആളുകൾക്ക് ചേച്ചിക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്ക ആളുകളും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 80% കുട്ടികളും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ആൻസേഴ്സാണ് ഞാനും അച്ചായും പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ യൂണിവേഴ്സിറ്റിയിൽ ആക്ച്വലി ഇതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷൂട്ടും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നും എടുത്തതും കൂടെ ഞാൻ ചിലപ്പോൾ മിക്സപ്പ് ചെയ്യും കേട്ടോ, കറക്റ്റായിട്ടൊന്നും വന്നില്ല. അപ്പം എനിക്കൊരു സമാധാനമില്ല, എടുക്കുന്നത് ഒരു പ്രോപ്പറായിട്ട് എടുക്കണമല്ലോ എന്ന് കരുതി രണ്ടാമത് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആക്ച്വലി ആ സൈഡിലാണ്, ഇത് ആക്ച്വലി ഗ്രാനിച്ചിൻ്റെ മ്യൂസിയമാണ്. ഓക്കെ, എനിവേ കം ടു അവർ പോയിന്റ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഈ ഒരു Q&A എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കൂടുതലും ബേസ്ഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് സ്റ്റുഡൻസ് ആണ് കേട്ടോ. കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡിനെ വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനുള്ള ആൻസർ ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് എന്നോട് ഒരു 80% സ്റ്റുഡൻസും ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് ആണ്, കാരണം അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളതല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ നല്ലതാണ്, ഒന്നും മോശം പറയാനില്ല. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്താണ്? സോ ആ ബഡ്ജറ്റിന് പറ്റിയ യൂണിവേഴ്സിറ്റി ഏതാണ്, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിരിക്കും, ചില ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒന്ന് UK വരണം, പഠിക്കണം, ബിക്കോസ് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടണം, അതല്ലാതെ പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടിയിട്ട് ലോൺ അടയ്ക്കണം, അങ്ങനെയുള്ള കുട്ടികളും കാണും. അപ്പം അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ എന്നോട് ചോദിച്ചിട്ടുള്ള മിക്ക ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയാലാണ് ജോബ് കിട്ടുന്നത്, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ എൻ്റെ ഉത്തരം ഇതാണ് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഏതാണ്, അതിനനുസരിച്ചാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇത് ആക്ച്വലി നല്ലൊരു വ്യൂ ആണ്, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ സ്റ്റെപ്സൊക്കെ കയറി നിങ്ങളോട് വർത്തമാനം പറയാമെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അല്ല, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള
യൂണിവേഴ്സിറ്റി ഏതാ എന്നുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രോൺ ഇവിടെ വെക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഞാൻ ഏത് കോഴ്സ് പഠിച്ചാലാണ് എനിക്ക് ജോലിക്ക് കൂടുതൽ ചാൻസസ് ഉള്ളത്, അതുപോലെ തന്നെ ഏത് റാങ്കിങ്ങിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അതായത് Q&Aയിൽ. അപ്പോൾ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിതിനെക്കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയാസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് പരിചയമുള്ള, അതുപോലെ തന്നെ എനിക്ക് വിശ്വസ്തതയുള്ള ഒരു ഏജൻസിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഞാൻ പരിചയപ്പെടുത്താനുള്ള കാരണം വേറൊന്നുമല്ല, ബിക്കോസ് മോർ ദാൻ 25,000 സ്റ്റുഡൻസിനെയാണ് അവർ UK കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു UK ബേസ്ഡ് കമ്പനിയാണ്. ഇവരുടെ ബ്രാഞ്ചസ് ഇന്ത്യയിലുണ്ട്. 6 ബ്രാഞ്ചസ് ആണ് ഇവർക്കുള്ളത്. പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ, കാലിക്കറ്റ്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചി, പിന്നെ ചെന്നൈയിലും 6ാമത്തെ ബ്രാഞ്ചും പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ ഇത്രയും വലിയൊരു ഏജൻസി ഞാൻ പരിചയപ്പെടുത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികൾ വന്നിരിക്കുന്നത് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലൂടെയാണ്. സോ അപ്പോൾ ആ ഏജൻസിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ സംസാര രീതി. അവർ പിന്നെ നമ്മളെ ഒരിക്കലും ഈ കോഴ്സ് എടുക്കുക, ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, അങ്ങനെ അവർ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മളോട് അവർ ചോദിക്കും. പിന്നെ IELTS ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ ഒരു ഏജൻസിയും ഗ്യാരണ്ടി പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ചില ആളുകൾക്ക് മാർക്ക് കുറവായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മാർക്ക് എന്താണ്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, നിങ്ങൾ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഏജൻസി ജോബ് ഓഫർ ചെയ്യുമെന്ന്. ആരും എവിടെയും, അതായത് ഒരു യൂണിവേഴ്സിറ്റി, ഒരു ഏജൻസി നമുക്ക് ജോബ് ഓഫർ ചെയ്യത്തില്ല. അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ആണ് കൂടുതലും അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ് ക്രിസ്റ്റി ഞാൻ ഈയിടെ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തത്. കാരണം ക്രിസ്റ്റിയുടെ ഒരു എക്സ്പീരിയൻസ് ക്രിസ്റ്റി എൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെംബ്ലിയിൽ പോയപ്പം ക്രിസ്റ്റി പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ക്രിസ്റ്റിയാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഞാനും ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലൂടെയാണ് വന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്രിസ്റ്റി എന്താണ്, അതായത് ഒരു സ്റ്റുഡൻറ്റ് എന്താണ് പറയുന്നതെന്നൊന്ന് നിങ്ങൾ കേട്ടിട്ട് വാ. ഓക്കെ, സോറി കേട്ടോ, ഞങ്ങൾ മൈക്കും സ്റ്റാൻഡും ഒന്നും തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പെട്ടെന്നാണ് ഞാൻ ക്രിസ്റ്റിയെ കണ്ടത്. അപ്പോൾ ക്രിസ്റ്റിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ വെംബ്ലിയിൽ നിന്ന് സൗത്ത് ഹോളിലേക്ക് വന്നതാണ്. അപ്പം വണ്ടിയിൽ ഇരുന്നിട്ടാണ് ക്രിസ്റ്റി വേറൊരു കാര്യം പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Q&A വിത്ത് മൈ ഹസ്ബൻഡ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ക്രിസ്റ്റി പെട്ടെന്നൊരു കാര്യം പറഞ്ഞത്, ചേച്ചി ഞാനും ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. ക്രിസ്റ്റി എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ അവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരോടുള്ള സംസാരത്തിലാണ് ആക്ച്വലി ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ക്രിസ്റ്റി എന്ന് പറഞ്ഞു, ക്രിസ്റ്റി ഇപ്പോൾ വന്നിട്ട് എത്ര വർഷമായി, ക്രിസ്റ്റിയുടെ കോൺടാക്ട് എങ്ങനെയായിരുന്നു, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട്, അതായത് ഈ ജാൻ ആകുമ്പം 2 years ആവും. അപ്പൊ ഞാൻ വന്നതെന്ന് പറയുന്നത് അതായത് എന്റെ കസിൻ ചേട്ടന് ഒരു പുള്ളിക്കാരനെ അറിയായിരുന്നു ഇവിടെ. യുകെയിലുള്ള. അപ്പൊ ആ പുള്ളിക്കാരനാണ് എനിക്ക് ഈ ഏജൻസി സജസ്റ്റ് ചെയ്തതും എന്റെ ഡോക്യുമെന്റ്സ് ഡയറക്റ്റ് അവർക്ക് പാസ് ചെയ്യുന്നതും. ഞാൻ ഈ പുള്ളിക്കാരനായിരുന്നു അയച്ചു കൊടുത്തത്. അപ്പൊ ആ പുള്ളിക്കാരൻ അവരയച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു മിനി എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലുള്ള. അത് തന്നെയാണ് റൂബൻ ആന്റി പറഞ്ഞത്, ഞങ്ങൾ മിനിയാണ് കോൺടാക്ട് ചെയ്തത്. നല്ല സംസാരം. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഇപ്പോഴും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്കാണ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയും, എനിക്ക് അവരുടെ നമ്പർ ഉണ്ട്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ വിളിക്കുമ്പോൾ മിനിയാണ് സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പം ആ മിനി ചേച്ചി ഭയങ്കര നല്ലതായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഒക്ടോബർ ലാസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ലാസ്റ്റ് ആപ്ലിക്കന്റിലെ ഒരാളായിരുന്നു. അപ്പം എനിക്ക് ഡോക്യുമെന്റേഷൻ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്തു തന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ആ സമയത്ത്. പിന്നെ എന്റെ പപ്പ മമ്മി, കാരണം അവരാണല്ലോ പൈസ ഒക്കെ കൊടുക്കുന്നത്, അവര് കൊല്ലത്താണ്. അപ്പൊ ഞങ്ങൾ 3 പേരും 3 ഡിറക്ഷൻ. ഏജൻസി പെരിന്തൽമണ്ണയിൽ, പപ്പ മമ്മി കൊല്ലത്ത്, ഞാനാണെങ്കിൽ ബാംഗ്ലൂർ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, മിസ്കമ്മ്യൂണിക്കേഷൻ വരാൻ ചാൻസസ് ഉണ്ടാവും. പക്ഷെ പപ്പി അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തില്ല. അപ്പൊ ഞാനാണെങ്കിൽ എപ്പോഴും വിളിക്കുമായിരുന്നു. പക്ഷെ മിനി എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞാലും
അവര് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അത് സത്യമാണ് കേട്ടോ. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ബ്രാഞ്ചസ് ആക്ച്വലി ടോട്ടലി ഉണ്ട്. UK ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എവിടെ വിളിച്ചാലും നിങ്ങൾക്ക് ഇതേ സെയിം ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഞാനും പറഞ്ഞല്ലോ, ലൈക്ക് ഞാൻ ഒക്ടോബർ ലാസ്റ്റിലാണ്, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എങ്ങനെ ആവും എന്നുള്ളത്. കാരണം ജാനുവരി ഇൻടേക്കിന് എനിക്ക് വരാം, അപ്പൊ എന്താവും എന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് അവര് പറഞ്ഞു ഇന്ന സമയത്ത് മെഡിക്കൽ എടുക്കണം. സോ അപ്പൊ ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എല്ലാം ലൈക്ക് ഫാസ്റ്റ് ആയിട്ട്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബൽ സ്റ്റഡി ലീഗിലേക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാം. അതും സേഫ് ആയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ഏതാണോ, അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം. ചില ഏജൻസികൾ ഇപ്പം എന്നോട് ക്രിസ്ത്യൻ പറഞ്ഞ, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ച സമയത്ത് ട്രിവാൻഡ്രം ഭയങ്കര എഡ്യൂക്കേഷണൽ ഒരു ഹബ് ആണല്ലോ. അപ്പൊ അവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് പഠിച്ചോണ്ട് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ലൈക്ക് ലാസ്റ്റ് ഇയർ ആയപ്പോഴും ഇങ്ങനെ പതുക്കെ തിരക്കാൻ നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി UK അല്ലായിരുന്നു വരാൻ ഉദ്ദേശിച്ചത്. എന്റെ മനസ്സിൽ UK എന്നുള്ളൊരു സ്ഥലം ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. അപ്പം ഏജൻസീസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ലൈക്ക് അവരാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യും, ഇവിടാണ് നല്ലത്, നിങ്ങൾ ഈ കോഴ്സ് എടുക്കൂ. അപ്പം നമുക്ക് ആക്ച്വലി നമുക്കൊരു ഫ്രീഡം തരത്തില്ല, പിന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അവർ പറയും നിങ്ങളൊക്കെ 3,000 തന്നിട്ട് അപ്ലൈ ചെയ്യും, 5,000 തന്നിട്ട് അപ്ലൈ ചെയ്യും. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ അതുമില്ല. അത് മാത്രമല്ല ഫ്രീ ആയിട്ടുള്ള വെബിനാർ കൂടിയാണ്. വെബിനാർ ആക്ച്വലി ഞാനിങ്ങനെ കണ്ടു, കുറച്ച് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്റെ സിസ്റ്ററും വരാൻ വേണ്ടി, അവള് 12th ആയതേ ഉള്ളൂ. പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ തിരക്കി വരാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പം മിനി മാമിനെ ഞാൻ വിളിച്ചു. അപ്പം മിനി ചേച്ചി വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി മെയിൽ അയച്ചു. അപ്പൊ അവരെയൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും. ലൈക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര നല്ല. കാരണം എനിക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല. പിന്നെ ഞാൻ വിസയുടെ കണ്ടിട്ടില്ല. വിസയുടെ ഫോർമാലിറ്റീസിന് ഇപ്പൊ നമുക്ക് ലൈക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, ലൈക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി. അപ്പം എനിക്ക് വൈകിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഡോക്യുമെന്റ്സ് വൈകിട്ട് എനിക്കൊന്നൊരു ലൈക്ക് 6:30 or സംതിങ് അവരെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ഫയലില്, ഇതിങ്ങനെ എടുത്ത് കൊടുക്കണം എല്ലാം. പിന്നെ ഞാൻ വന്ന എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് സ്കൈപ്പ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമുക്ക് ഗൈഡൻസ് തരും എങ്ങനെ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതെല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രമല്ല ഇപ്പൊ ഗ്യാരണ്ടി ഉള്ളത്, ക്രിസ്റ്റിയും ആക്ച്വലി ഗ്യാരണ്ടി ഉണ്ട്. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണാമായിരിക്കും, ഇപ്പൊ UK ബേസ്ഡ് കമ്പനി ആണല്ലോ, അപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഫോൺ കോളിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ക്രിസ്റ്റി പറഞ്ഞു, ക്രിസ്റ്റി ആക്ച്വലി കണ്ടിട്ടില്ല എന്ന്. ഇനി ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ പോവാണ്. UK ബേസ്ഡ് ആണ് അവരുടെ കമ്പനി എന്ന് പറഞ്ഞു. അപ്പൊ ലണ്ടൻ ബേസ്ഡ് കമ്പനിയിൽ ആക്ച്വലി ഞാനൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വിസിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അവരുടെ രീതിയും അതുപോലെ തന്നെ CEOയും പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളെയും അത് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫിനെ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ. കാരണം നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഏത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലാണ് വിടുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലീഗിൻ്റെ ഓഫീസിലേക്ക് കയറാൻ പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഓഫീസ് നിങ്ങൾക്ക് കാണണ്ടേ. എങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. ഞാനൊന്ന് വിശാലമായിട്ട് കാണിക്കാം. ഓക്കെ, കമാൻ. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ പല സെക്ഷനിലായിട്ട് ഓഫീസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇവരുടെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, പല സെക്ഷൻ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഹലോ, ഹായ്. സോ ഇത് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ ചിലപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. സോ നമ്മുടെ മാനേജിങ് ഡയറക്ടറെ തന്നെ ഫസ്റ്റ് പരിചയപ്പെടാം. സാർ ആക്ച്വലി താഴെ ഇരിക്കേണ്ട ആളുണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞു ഇവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടുന്നു. നമസ്കാരം, റജുലേഷ് മാനേജിങ് ഡയറക്ടറാണ്. സോ നൈസ് മീറ്റിംഗ് യു. ഞാനിപ്പോൾ വ്ളോഗിൽ ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു കാര്യമുണ്ടല്ലോ, ഫോണിലൂടെ ഉള്ളൂ എല്ലാവരും സംസാരിക്കുന്നത്. സോ അപ്പോൾ അവർക്ക് നേരിട്ട് കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഓഫീസൊക്കെ ഒന്ന് കാണണം, മക്കളെ എങ്ങോട്ടാണ് വിടുന്നത് എന്നൊക്കെ അറിയാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗിലൂടെ പരിചയപ്പെടാമെന്ന്. എനിവേ, എവിടെയാണ്, നാട്ടിലെവിടെയാണ്? നാട്ടിൽ മലപ്പുറം ഡിസ്ട്രിക്ട് പെരിന്തൽമണ്ണ. മലപ്പുറം നിലമ്പൂർക്കാരാണ്. ഓക്കെ. ആൻഡ് എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ റെജുലേഷൻ? സ്റ്റുഡന്റ് ആയിട്ടാണോ വന്നത്? അല്ല, ഞാൻ 2005 ഇവിടെ വന്നത്. ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ സിൻസ് 2008. പിന്നെ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 കൊച്ചിയിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2008. ആൻഡ് പിന്നീട് UK മെയിൻ ഓഫീസ് ഓപ്പൺ ചെയ്ത് 2010 UK. UK
അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 14 years 40 years എക്സ്പീരിയൻസ് ആയത് 14 years എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ. സോ അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 25,000 എബോവ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം പല രീതിയിൽ പല സ്ഥലങ്ങളിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സെറ്റിൽഡായി അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുക ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത്. ഒരുപാട് സന്തോഷം രജിലേഷ്. ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. ഓ താങ്ക് യു. അപ്പോൾ മറക്കാതെ തന്നെ ഞാൻ ഇനി കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫീസ് കാണിക്കാം, ബിക്കോസ് നിങ്ങൾക്ക് കാണണ്ടേ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഹെഡിലുള്ള ഹലോ ഹായ്, പേര് പറയൂ. പ്രമോദ്. പ്രമോദ് നാട്ടിലെവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെയാണ്. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ പ്രമോദ്? ഞാൻ UK 2007 വന്നിട്ട് 14 years. ഓക്കേ. അപ്പോൾ എത്രയായി ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ? ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ 2012 മുതൽ 9 years. Almost 10 years. Yeah, almost 10 years. Yeah. So hats off. Thank you. Proud. Okay, hi. പേര് പറയൂ. എൻ്റെ പേര് സൂര്യ. സൂര്യ എവിടെ നിന്നാണ്? ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നാണ്. സൂര്യ ഇപ്പൊ എത്ര നാളായി ഇവിടെ? ഞാൻ 5 years ആയി. ഓക്കെ, ഞാൻ ചോദിച്ചില്ല കേട്ടോ, പ്രമോദ് ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ? ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ UK ഓപ്പറേഷൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ മാനേജേഴ്സ് ആക്ച്വലി ടോട്ടലി 3 പേരാണോ? 2 മാനേജേഴ്സ് ആണ്. ഒന്ന് റീജിയണൽ വൈസ് മാനേജേഴ്സ് ആണ്. വൺ ഫ്രം ഇന്ത്യ, ഹിസ് നെയിം ഈസ് റിയാസ്. ഞാൻ UK ഓപ്പറേഷൻസിൻ്റെ ഗ്ലോബൽ മാനേജറാണ്. സോറി, UK ഓപ്പറേഷൻസിൻ്റെ അതെ അതെ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഞാൻ അങ്ങോട്ടൊന്ന് കൊടുത്തു പോയി. സോ കം ഓൺ സൂര്യ. ഓക്കെ, പറയൂ. ഞാനിവിടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന 4 years 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിൽ കൂടെ വന്നതാണ്. എന്നിട്ട് ഇവിടെ ജോലിയൊക്കെ കിട്ടി. സോ ഹാപ്പി ആയിട്ട് യുകെയിൽ അടിച്ചു പൊളിക്കുകയാണ്. ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു അല്ലേ, സംസാരിക്കുന്നു. ഓക്കേ, ഹാപ്പി. നെക്സ്റ്റ് ആൾക്ക് അങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോയിക്കോളാം. ഹലോ ഹായ്. ഹായ്, പേര് പറയൂ. എൻ്റെ പേര് ഡീജ എന്നാണ്. ഞാൻ നാട്ടിൽ നിലമ്പൂർ. നിലമ്പൂരിന്റെ അവിടെ നമ്മൾ നിലമ്പൂർക്കാർ വേറില്ല. അതെ പറയാതിരിക്കാൻ. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഞാൻ UK 2009 വന്നതാണ്. ഇടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും കൊണ്ട് വന്നതാണ്. ഒരു 1 year നാട്ടിലുണ്ടായിരുന്നു. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൽ 2 years. എങ്ങനെയുണ്ട്? പിള്ളേരായിട്ടുള്ള കോർഡിനേഷൻസും കാര്യങ്ങളും ബിസിയാണ്. വെരി ബിസി. വെരി ഗുഡ്. അതാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കേൾക്കേണ്ടത്. താങ്ക് യു, നൈസ് മീറ്റിംഗ് യു. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു കുട്ടിയാള്. സോ കമോൺ, പേര് പറയൂ. ഹായ്, ലക്ഷ്മി സഹദേവൻ. ലക്ഷ്മി സഹദേവൻ നമ്മുടെ നിവേദിതയുടെ അറിയാമോ? പക്ഷേയുടെ മേഘനയുടെ റൂംമേറ്റും കൂടിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. നൈസ് മീറ്റിംഗ് യു. എന്നോട് ആദ്യമേ അതാണ് പറഞ്ഞത്. സോ ഇവിടെ ഇന്റേൺഷിപ്പിലാണ്. ഞാൻ MBA സെക്കൻഡ് ഇയർ ഇന്റേൺഷിപ്പ്. എവിടെയാണ് പഠിച്ചത്? യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ചിലാണ് MBA ചെയ്യുന്നത്. ബാക്കിയൊക്കെ നാട്ടിലായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ കൂടെയുള്ള? നല്ല ഫ്ലെക്സിബിൾ ആണ്, വർക്ക് ചെയ്യാൻ നല്ലൊരു എൻവയൺമെന്റ് ആണ്. ഞാനിപ്പം നിവേദിത ലക്ഷ്മി. ഞാൻ ലക്ഷ്മിയെ കണ്ടപ്പോ, ലക്ഷ്മിയുടെ നാടെന്ന് പറയും? കോഴിക്കോടാണ്. ഞാനത് കണ്ടപ്പോഴാണ് പറയുന്നത്, ബിക്കോസ് ഇന്റേൺഷിപ്പ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഈ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളിപ്പോൾ ജോലി മാത്രം ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പല കമ്പനികളിലും ഇന്റേൺഷിപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുള്ളൂ. മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിയുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടപ്പോൾ പറയാണ്, ഇപ്പോൾ ലക്ഷ്മിക്ക് ഫ്യൂച്ചറിൽ ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും മുമ്പോട്ടുള്ള സ്ഥലങ്ങളിൽ അത് യൂസ്ഫുൾ ആണ്. അതിൻ്റെ ഒരു 2 വാക്ക് പറയൂ, പിള്ളേരെ ഒന്ന് എൻകറേജ് ചെയ്യും. ഞാനിവിടെ ആപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാറുണ്ട്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്. സോ ബേസിക്കലി ഈ ഒരു സെക്ടർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പറ്റുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു മാനേജിംഗ് ഡയറക്ടറാണ്. കാരണം ഇവരുടെ കൂടെ തന്നെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ബിക്കോസ് ഞാൻ ഈ ഓഫീസിൽ എന്നെ കൊണ്ടുവന്നിട്ട് എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ ഇരിക്കാൻ. സോ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വർത്താനം പറയാമെന്ന്. സോ എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും അപ്പോൾ എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ Q&A സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രിസ്റ്റിയുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ഓഫീസും കണ്ടല്ലോ. എല്ലാ മാതാപിതാക്കളുടെ ഒരു ഡൗട്ടാണ്. സോ ഞങ്ങൾ ഫോണിലാണ് സംസാരിക്കുന്നത്, ഓഫീസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവർ ആ കണ്ടതുപോലെ തന്നെ കേട്ടോ, ഭയങ്കര ഫ്രീ ആണ്. പ്രത്യേകിച്ച് CEO ആണെങ്കിലും അവിടെയുള്ള ജോലിക്കാരാണെങ്കിലും അവരെല്ലാം തന്നെ ഇവിടെ UK മാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. മിക്ക ആളുകളും ഗ്ലോബൽ സ്റ്റഡി ലിങ്കിലൂടെ പഠിച്ചിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതായത് അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ്, ഒരു ഫാമിലി പോലെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ വേറൊരു പ്രത്യേകത കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. 99.9% വിസ അപ്രൂവൽ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. അത് കൂടാതെ തന്നെ
തന്നെ ഇതിനകത്തുള്ള വെബിനാർ, ക്രിസ്റ്റി അത് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട്, വെബിനാർ ഫ്രീ ആണ്. വെബിനാർ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് ഏത് ഏജൻസിയാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ക്രിസ്റ്റി പറഞ്ഞതുപോലെ ഏത് ഏജൻസി വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3000 രൂപ കൊടുക്കണം, 5000 രൂപ കൊടുക്കണം എന്ന് പറയും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഏജൻസിയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. അതുകൂടാതെ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോഴ്സ് സെർച്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, ഒരു വെബ്സൈറ്റിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് നിങ്ങളിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അതിൽ തന്നെ കിട്ടും. അതല്ലാതെ ബ്രാഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും പറയുവാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കോഴ്സ് ഏതാണോ അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡയറക്റ്റ് ഫോൺ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചസിൽ നിന്നും നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, ഈ ബഡ്ജറ്റ് ഈ യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പല കുട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ആക്ച്വലി സ്റ്റുഡൻസിനെ ഇങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കാൻ നേരത്തെ അവരൊക്കെ പറയും, ചേച്ചി ഞങ്ങൾ ഇന്ന ഏജൻസിയിൽ നിന്നാണ് വന്നത്, ഞങ്ങളോട് പറഞ്ഞതൊന്നും അല്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്, അതുപോലെ തന്നെ ഞങ്ങളൊരു ജോലി പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നൊന്നും. ഇവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണോ ഉള്ളത്, ജോലി സാധ്യത കൂടുതൽ എവിടെയാണോ ഉള്ളത്, ജോലി സാധ്യത ഇല്ലാത്തത് എവിടെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്നോട് ചോദിച്ച ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലെ ടോപ്പ് 3 ലിറ്ററൽ ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഇന്നർ ലണ്ടൻ ആണോ ഔട്ടർ ലണ്ടനിലാണോ ജോലി സാധ്യത കൂടുതൽ, അതുപോലെ തന്നെ ജീവിക്കാൻ സുഖമെന്ന്? അത് ഓഫ് കോഴ്സ് ഔട്ടർ ലണ്ടനിൽ തന്നെയാണ്. ഇന്നർ ലണ്ടൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല ഇവിടുത്തെ കോഴ്സസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഫീസ് റേറ്റും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ജോലി സാധ്യത കൂടുതലുള്ളത് അതെല്ലാ സ്ഥലങ്ങളും ഒരേപോലെ തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും ജോലിക്കാരെ ആവശ്യമാണ്. പിന്നെ ഇന്നർ ലണ്ടനിൽ നിൽക്കാൻ നേരത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒരു ലൈഫ് സ്റ്റൈലും മാറും. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ലണ്ടനിൽ വരെ വന്നിട്ട് ഇവിടെയൊക്കെ ഒരു 6 മാസമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഔട്ടർ ലണ്ടനിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പൈസ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടർ ലണ്ടനിൽ തന്നെ പോയി താമസിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ കേൾക്കണ്ടേ? ഞാൻ കുറേ നേരമായി നിൽക്കുന്നു. ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കമാ. ഞാൻ ആക്ച്വലി ആ സൈഡിലാണ് ഇരുന്നത്. നാഷണൽ മ്യൂസിയം ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് ചാടിയതാണ്. പാർക്കിൻ്റെ സൈഡിലായിരിക്കുമ്പോൾ നല്ല രസമുണ്ട്, ഇരിക്കാനും പറ്റി. അപ്പോൾ കുട്ടികളുടെ സൗണ്ടോ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്നോട് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ചേച്ചി MBA MSc ഓർ മെഡിക്കൽ ഫീൽഡാണോ നല്ലത്? ഓഫ് കോഴ്സ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് 100% ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഴ്സസിനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ട്, പെട്ടെന്ന് തന്നെ കുട്ടികളെ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ IELTS ഓർ OET പഠിച്ചിട്ട് വേഗം വാ, ജോലി ഒരുപാട് ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചേച്ചി അപ്പോൾ MBAക്ക് MScക്ക് ഒന്നും സ്കോപ്പില്ലേന്ന്. അതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഹസ്ബൻഡ് അച്ചു പഠിച്ചിറങ്ങിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ അച്ഛ ഇപ്പോൾ പഠിക്കുന്നത്, അതായത് കമ്പനി സ്പോൺസർ ചെയ്തിരിക്കുന്നത് MBA പഠിക്കാനാണ്. അപ്പോൾ അച്ഛനോട് തന്നെ നമുക്ക് ചോദിക്കാം MBAയുടെ സ്കോപ്പ് എന്തൊക്കെയാണ്. അതായത് ഇവിടെ പഠിച്ച് ജോലി ചെയ്ത് സെറ്റിൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കാണണ്ടേ? അപ്പോൾ കണ്ടിട്ട് അച്ഛയുടെ കയ്യിലിരിക്കുന്ന ഉത്തരം കേട്ടിട്ട് വായോ. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് Q&A വിത്ത് മൈ ഹസ്ബൻഡ്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ. ഹായ്. അച്ഛനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് റോണി ഈപ്പൻ മാത്യു എന്നാണ്. എന്നോട് പറയാറുണ്ട് ലിൻഡു സോറി പപ്പ കേൾക്കുന്നുണ്ടാവും കറക്റ്റായിട്ട്. എനിവേ ഞാൻ അച്ഛയോട് ചോദിക്കാനുള്ളത്, അച്ഛൻ പഠിച്ചത് ആക്ച്വലി എഞ്ചിനീയറിംഗ് ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് MBA ആണ്. എന്തുകൊണ്ടാണ് MBA സജസ്റ്റ് ചെയ്തത്? നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളിവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ജോലി ചെയ്യുന്നത് നമ്മൾ ഞാനൊരു ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ ഡിസൈൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് നമ്മളൊരു 10 years എഞ്ചിനീയറിംഗ് ആയിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ ഡൂവറായി. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ വരാൻ നേരത്ത് കുറേ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് വരാൻ തുടങ്ങും. ബഡ്ജറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെയാണ് പിന്നെ മെയിനായിട്ട് നമ്മുടെ വർക്ക് ലൈഫിൽ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ടൂൾസ്, എക്സ്ട്രാ ടൂൾസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബേസിക്കായിട്ട് MBAയിൽ പഠിപ്പിക്കുന്ന SWOT അനാലിസിസ് അല്ലെങ്കിൽ പെസ്റ്റ് അനാലിസിസ്, ഇതൊക്കെ പഠിക്കുന്നതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണ് നമ്മൾ ബിസിനസ് വേൾഡിൽ ഇത് ചെയ്യാൻ നേരത്ത്. ബേസിക് സ്റ്റഫ് ആണെങ്കിലും ഇന്നും അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
നമ്മൾ പഠിക്കാനും പഠിക്കാൻ മാത്രമല്ല ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടൂൾസാണ് അതൊക്കെ. സോ ഇപ്പോൾ കമ്പനിയല്ലേ ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് MBA? ഇപ്പോൾ ഉള്ള UK മാത്രമല്ല പല സ്ഥലങ്ങളിലും കമ്പനി ഒരുപാട് കോഴ്സസിന്, അതായത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രിഫർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാമെന്ന് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, MBA പഠിച്ചാൽ അല്ലെങ്കിൽ MSc പഠിച്ചാൽ അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന്. ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുന്നത്? അത് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. ആണല്ലേ? മെഡിക്കൽ NHS അല്ല, മെഡിക്കൽ ഫീൽഡ് ഈസ് ഓൾവേസ് ഒരു ഭയങ്കര സ്കേസിറ്റി ഉള്ള ഒരു ജോലിയാണ്. അപ്പം മെഡിക്കൽ എപ്പോഴും ഒരു സ്ട്രോങ് അവൈലബിലിറ്റി ഉള്ള ജോലിയാണ്. നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ ജോലി ഈസ് ഡെഫിനറ്റ്ലി അവൈലബിൾ. വേറാസ് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. ബിക്കോസ് നമുക്ക് എക്സ്പീരിയൻസ് ആൾക്കാരെ വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങി വരുമ്പോൾ എക്സ്പീരിയൻസ് ആരാ തരുന്നത്? ഇതും തരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ വോളണ്ടിയർ വർക്കും ഇന്റേൺഷിപ്പും പ്ലേസ്മെൻറ്റും ഇതൊക്കെ ചെയ്യാതെ നമുക്ക് ജോലി കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റ് ശമ്പളമൊന്നും ആദ്യമൊന്നും കിട്ടത്തില്ല. അതാണ് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. പക്ഷേ പിന്നെ വേറെ ഉള്ളത് IT സെക്ടർ ഇസ് വെരി സ്ട്രോങ്. അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, പുതിയ IT സെക്ടറിൻ്റെ ഓൺലി പ്രോബ്ലം ഇസ് അത് എല്ലാം 2 years ആകുമ്പോൾ അത് മാറും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കേപ്പബിൾ ആണ് അത് പഠിച്ചുകൊണ്ടിരിക്കാൻ. കാലം മാറാൻ നേരത്ത് അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഇപ്പോൾ പുതിയ കോഴ്സസും പഠിക്കണം, പുതിയ കോഴ്സ് നമ്മൾ സെൽഫ് ടീച്ചിങ് ആണ് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ വൺസ് ജസ്റ്റ് നമ്മളിപ്പം IT ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ബേസിക് C++ ജാവ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ ജാവ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് C++ഉം ജാവയൊക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് പോയി എക്സാം എഴുതിയത്. നമ്മളിപ്പോൾ നാട്ടിൽ അത് എക്സാമിന് കാണാതെ പഠിച്ച് എഴുതുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം പ്രാക്ടിക്കാലിറ്റി വരുന്ന നേരത്ത് നമുക്ക് ജാവയുടെ അഡ്വാൻസ് ലെവലാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സ്പെഷ്യലിറ്റി അത് നമുക്ക് അറിയത്തില്ല. അതെ. പിന്നെ എൻ്റെ അക്ക പറഞ്ഞൊരു പോയിന്റും കൂടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. എല്ലാ സ്ഥലത്തും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയും എക്സ്പീരിയൻസ് ഉണ്ടോ. ഏതെങ്കിലും ഒരു കമ്പനി ജോയിൻ ചെയ്യിപ്പിക്കാതെ എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടാനാണ്? അതൊരു പോയിന്റാണ്. നമ്മൾ ഇവിടെ മാക്സിമം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ കമ്പനിയിലേക്ക് കയറാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ഇവിടുത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക. ഇന്റേൺഷിപ്പും വോളണ്ടിയർ വർക്ക് മാക്സിമം എവിടെയൊക്കെ കിട്ടുമോ അതെല്ലാം പോയി ചെയ്യാം. ആദ്യം തന്നെ പോയി പൈസ ചോദിച്ച് അതൊക്കെ അവരോട് ചോദിക്കുന്നത്. പൈസ തരുന്ന കമ്പനീസ് ഉണ്ട്, പൈസ തരാത്ത കമ്പനീസ് ആയിരിക്കും കൂടുതൽ. അതൊന്നും നോക്കാതെ ആദ്യത്തെ ഒരു 12 months അല്ലെങ്കിൽ ഒരു 15 months നമ്മൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. അപ്പോൾ ഏത് പോർട്ട്ഫോളിയോ ആണ് അത് ഗെയിൻ ചെയ്യണം. ഇപ്പം ഇവിടുത്തെ മെയിനായിട്ട് ഉള്ളത് മെഡിസിനാണ്, മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പം നഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, ബയോഫാർമസി, ബയോമെഡിസിനൊക്കെയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡാണ് അതൊക്കെ. വേറെ എഞ്ചിനീയറിംഗും നല്ലതാണ്. എഞ്ചിനീയറിംഗ് ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ചെയ്തപ്പം ഞങ്ങൾക്കിവിടെ ഒത്തിരി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഇവരൊക്കെ ഒത്തിരി ആവശ്യമുള്ള ഫീൽഡാണ്. അപ്പം ഇവരെയും വേണം. അപ്പം നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ നേരത്തെ ക്വാണ്ടിറ്റി സർവേയിങ് അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ നല്ലൊരു സ്ട്രോങ് കോഴ്സസ് ഒക്കെയാണ്. ഞാൻ ചെന്ന് കയറിയത് പുലിമടയിലാണെന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഇത് നീണ്ടോട്ട് പോവുകയാണ്. ഓരോ കോഴ്സ് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറില്ലേ അച്ചായ ഒന്ന് കാണിക്കാമോ? ഇതാണ് എൻ്റെ അച്ചു, ഞാൻ അച്ചാന്ന് വിളിക്കുന്ന അച്ചു. എനിവേ അച്ചയുടെ കയ്യിലുള്ള ഇൻഫർമേഷനൊക്കെ മാക്സിമം ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇന്റേൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ ആക്ച്വലി ഈ പാർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാനപ്പോൾ ടോട്ടലി നിങ്ങളൊന്ന് കാണിച്ചതിന് ശേഷം ഇന്റേൺഷിപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അച്ചു പറഞ്ഞത് കേട്ടല്ലോ, ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ വോളണ്ടറി വർക്കും ഒക്കെ ചെയ്യുക. ക്രിസ്റ്റീം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഇവിടെ വരുന്നവരും മിക്കതും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ UK നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, പുറത്താണെങ്കിലും UK ഒരു 1 year എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് വെക്കാൻ നേരത്ത് അതൊരു വേറെ ലെവൽ തന്നെയാണ്. അതും UK ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊക്കെ കിട്ടുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമല്ലേ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ഇവിടെ വരണം. പിന്നെ ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇവിടെ PR കിട്ടാൻ ഭയങ്കര ഈസിയാണോ? അതാണ് കേട്ടോ ഇനൊരു ക്വസ്റ്റ്യൻ. അതിപ്പം ചോദിച്ചവരുടെ ലിസ്റ്റൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ PR കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. മിക്ക ആളുകൾക്ക് ഇവിടെ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിട്ട് കേരർ വിസയിൽ ആക്ച്വലി 5 വർഷം നിന്നിട്ട് PR കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറത്തില്ല, നിങ്ങൾ കേരർ തന്നെ ആയിരിക്കും. ക്രിസ്റ്റി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ക്രിസ്റ്റി എന്നോട് പറഞ്ഞു, ചേച്ചി ഈ ഒരു പോയിന്റ് ചേച്ചി എന്തായാലും കുട്ടികളോട് പറയണം. ചില ആളുകൾക്ക് ഫൈനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും വീടിനെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും വിസ കിട്ടി ഇവിടെ നിൽക്കണം,
അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വീട് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ വരുന്നവരുണ്ട്. അവരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. എന്നാൽ ചില ആളുകൾക്ക് ഇങ്ങനെ ചുമ്മാ അടിച്ചു പൊളിക്കാനാണെങ്കിൽ അങ്ങനെ വരുക. പക്ഷേ ചില കുട്ടികൾക്ക് അറിയില്ല ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ചില ആളുകൾക്ക് ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ വിചാരിക്കും ഓക്കെ ഇവിടെ പഠിച്ച് എനിക്ക് മതിയായി, എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ഞാൻ എക്സ്പ്ലോർ ചെയ്തു, ഇനി എനിക്ക് തിരിച്ചു പോകണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ തന്നെ. പക്ഷേ നിങ്ങൾ ആ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ PR കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിമോഹത്തിൽ നിങ്ങൾ വരേണ്ട, അത് ആരും ഗ്യാരണ്ടി തരുന്നില്ല. പിന്നെ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളുടെ കയ്യിൽ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ 5 വർഷം ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ, അതൊക്കെ ഓരോ ലക്കാണ്. ലക്ക് അനുസരിച്ചേ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾ ചെയ്യുക, അതിൽ മാത്രമേ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എന്താ പറയുക, ഒരു വ്ളോഗ് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കമൻറ്റ്സ് വായിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അതുപോലെ ആയിരിക്കുമല്ലോ നിങ്ങൾക്കും. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു, അത് ചെറിയ ജോലിയാണെങ്കിലും പൈസ കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ നോക്കുക. എന്നാൽ മാത്രമേ അത് മുമ്പോട്ട് ബോറടിക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി യൂണിവേഴ്സിറ്റീസ് എല്ലാം റാങ്കിങ് ബേസ്ഡിലാണോ വർക്ക് ചെയ്യുന്നത്? ഓഫ് കോഴ്സ്, ഹൈ ഫീസ് വിത്ത് ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഉണ്ട്, മീഡിയം ഫീസ് വിത്ത് മോഡറേറ്റ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുകൂടാതെ ലോ ഫീസ് വിത്ത് ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ഹൈ ഫീസ് റാങ്കിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MBA പറയാം. കാരണം അച്ചു ഇപ്പോൾ പഠിക്കുന്നത് MBA ആണല്ലോ. അപ്പോൾ എനിക്കത് കമ്പയർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും, എനിക്കത് കണക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അച്ഛ പഠിക്കുന്നത് MBA ആണെങ്കിലും ഇവിടുത്തെ കാസ് കോളേജിലാണ് പഠിക്കുന്നത്. സോ അവരെ കമ്പനി സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 1 year 2 year ഫീസ് എന്ന് പറയുന്നത് 50,000 pounds ആണ്. അതായത് 50 ലക്ഷം രൂപയാണ് നാട്ടിലെ. ഓക്കെ, അത് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഒക്കെ തന്നെ കോഴ്സുകളുണ്ട്. ഇതേ സെയിം MBA ലണ്ടനിലെ ടോപ്പ് കോളേജ് ആയിട്ടുള്ള ലണ്ടൻ ബിസിനസ് സ്കൂളിൽ നിങ്ങൾ ചെന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 85 lakhs ആണ് ഒരു വർഷത്തേക്കുള്ള ഫീസ് അവർ പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചിലാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് വർക്ക് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ റാങ്കിങ്ങും. അതുപോലെ തന്നെ റൂബി, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ചുവിൻ്റെ സിസ്റ്റർ റൂബി പഠിച്ചത് കിങ്സ് കോളേജിലാണ്. സോ അവിടെ പഠിച്ചിറങ്ങിയപ്പോൾ റൂബിയുടെ ആ സർട്ടിഫിക്കറ്റിലൂടെ തന്നെ ഒരുപാട് ഈസി ആയിരുന്നു വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി കിട്ടാൻ. കാരണം കിങ്സ് കോളേജ് പഠിച്ചൊരു കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഒരു ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി ആണല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, മീഡിയം റാങ്കിങ് അതുപോലെ തന്നെ ലോ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടത്തില്ലേന്ന്. അതും ഞാൻ എൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളും ICC സിലബസിൽ പഠിച്ച കുട്ടികളും CBSE സിലബസിൽ പഠിച്ച കുട്ടികളും അതൊക്കെ നമ്മുടെ തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ഏത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കും. പിന്നെ റാങ്കിങ്ങിൽ എപ്പോഴും അതിൻ്റെ വ്യത്യാസങ്ങൾ കാണും. അത് ഓഫ് കോഴ്സ് അതൊരു തെറ്റായിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യല്ല. റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ജോലിക്കൊരു പ്രിഫറൻസ് കാണും. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ അവർ കാണാൻ നേരത്തെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റാങ്കിങ് അവരെ ആ ജോലി സ്ഥലങ്ങളിലും കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ടോപ്പ് റേഞ്ച് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഫീസ് അടയ്ക്കുന്നത് എന്ന് കരുതി ഇപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റീസ് ഇവിടെയുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ഏതാണോ അതിനനുസരിച്ച് വേണം നമ്മൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഇപ്പം നമ്മൾ UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ലോ റേഞ്ചിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പോഴത്തെ ഒരു ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 years സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ലോൺ എല്ലാം ഒന്ന് സെറ്റിൽഡ് ആയി അത്യാവശ്യം നമ്മൾക്കൊരു പാർട്ട് ടൈം ജോലിയൊക്കെ ഒരു ഹൈ റേഞ്ചിലെത്തി നമ്മൾ അത്യാവശ്യം സേവിങ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം അല്ലെങ്കിൽ ഹൈ റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടോപ്പ് റേഞ്ചിലുള്ള ജോലി തന്നെയും കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ ആ സ്റ്റേ ബാക്കിലൂടെ ഒരുപാട് കുട്ടികൾക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ 2 years സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ UK വരിക, പഠിക്കുക, വലിയ ആൾക്കാരാകുക. നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ CEO വരെ ആകാൻ പറ്റും ഒരു കമ്പനിയുടെ. അതിന് ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലുള്ള ഓപ്പർച്യൂണിറ്റീസാണ്, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ലേഡീസിനായാലും ജെൻസിനായാലും ആർക്കായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ഒരു ലിങ്ക്. സോ അതിനകത്ത് കോഴ്സ് സെർച്ച് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കിട്ടും. GSL എല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ നഴ്സിംഗ് വേണമെങ്കിൽ നഴ്സിംഗ്, അതുപോലെ തന്നെ MBA, MSc, IT, ഇനിയിപ്പം ടൂറിസം, എന്ത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് GSL കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ നഴ്സിംഗ് ഇവിടെ ജോലിക്ക് മാത്രമല്ല പഠിക്കാനും പറ്റും. ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക് BSc നഴ്സിംഗ് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക്
MSc നഴ്സിംഗിന് വേണമെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാം. വിത്തൗട്ട് IELTS ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം കുറേ പേർക്ക് അതൊരു ഡൗട്ടുണ്ട്, ചേച്ചി IELTS എഴുതണോ? ചില ആളുകൾക്ക് IELTS എഴുതിയിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഇവർ ആ ആഗ്രഹമെല്ലാം അങ്ങ് മാറ്റി വെക്കും. പിന്നെ നമ്മളിപ്പം ബാംഗ്ലൂർ പോയി പഠിക്കുന്ന പോലെ തന്നെയാണ് ആൾക്കാർക്ക് ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കേണ്ടത്. അത് സത്യമാണ് കേട്ടോ. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ NHSൽ ജോലി ഉറപ്പായിരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത്. നഴ്സസിനാണ് ഏറ്റവും കൂടുതൽ, അതായത് മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ UK-യിലുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചും അത് തന്നെയാണ്. ഇപ്പോൾ പള്ളിയിലുള്ള ആൻറ്റിമാരെ ആണെങ്കിലും എനിക്ക് പരിചയമുള്ള ആളുകളാണെങ്കിലും എൻ്റെ ഫ്രണ്ട് സർക്കിളാണെങ്കിലും ടിക്ടോക്ക് ഗ്യാങ്ങിലുള്ളവരാണെങ്കിലും മിക്ക ആളുകളും മെഡിക്കൽ ഫീൽഡിലാണ്. അത് പിന്നെ സേഫ് ആൻഡ് സെക്യൂറുമാണ്, പ്രത്യേകിച്ച് NHSൽ വർക്ക് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അടുത്ത ഒരു Q&Aയിൽ ഞാൻ ബാക്കിയും കൂടെ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി ലെങ്ത്ത് കൂടേണ്ട എന്ന് വെച്ചിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ Q&Aയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള ഏജൻസിയായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. അത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ നാട്ടിലുള്ള ബ്രാഞ്ച് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ലണ്ടനിലുള്ള ബ്രാഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബ്രാഞ്ച് കാണിച്ചു തന്നത്. സോ അവരുടെ ഒരു വെൽക്കമിങ്ങും അതുപോലെ തന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസും. സോ CEO പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അതിനുശേഷമാണ് ഇപ്പോൾ CEO ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആരുമായിക്കോട്ടെ, എന്ത് ജോലിയും ആയിക്കോട്ടെ, CEO ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CEO വരെ ആകും എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നമ്മൾക്ക് ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ CEO കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് യു ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് GSLൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. സോ ഹോപ്പ് യു എൻജോയ്ഡ്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ഹസ്ബൻഡിനെയും കാണിച്ചു തന്നിട്ടുണ്ട്. പുള്ളിയോട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ക്വസ്റ്റിനുള്ള ഉത്തരം അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ great day guys. Take care. God bless. Bye.